കോൺഗ്രസിനെതിരായ ഫോൺ സംഭാഷണത്തിൽ കെപിസിസി നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. ഫോൺ സംഭാഷണത്തെക്കുറിച്ച് പാലോട് രവിയോട് വിശദാംശം തേടും. രവിയെ വിളിക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ അതിനെ തള്ളിക്കൊണ്ടൊക്കെ പാലോട് രവി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്ത് നടപടിയിലേക്ക് കടക്കും? അമൃത, ഈ ഫോൺ സംഭാഷണം പുറത്തു വന്ന ഒരു സമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം നേതൃത്വം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം DCC പ്രസിഡന്റ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തുന്നത്. അത് വേറെ ഒന്നുമല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതായത് LDF ഇനിയും ഒരു തവണ കൂടി ഭരണത്തിൽ വരും. അടുത്തത് LDF ആണ് വരുന്നത്. അതുമാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത് പറയുന്ന ആള് ഒരു ജില്ലയെ കോൺഗ്രസിനെ നയിക്കുന്ന ആള് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാലോട് രവിയോട് വിശദീകരണം തേടാൻ വേണ്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഇക്കാര്യത്തിലുണ്ട്. കാരണം അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നേതൃത്വത്തിന് വിലയിരുത്തുന്നത്. എന്തായാലും വിശദീകരണം തേടുന്നതിനുള്ള പ്രാഥമിക തീരുമാനത്തിലേക്ക് പോവുക. അതിനുശേഷം തുടർ നടപടി എന്താണ് എന്നുള്ളത് നേതൃത്വം തീരുമാനിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ എന്താവും എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും CPM ഒക്കെ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു വിശദീകരണം തേടാൻ വേണ്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇതൊരു പ്രാദേശിക പ്രശ്നത്തിന്റെ പേരിൽ താൻ പറഞ്ഞതാണ്. ഒരു പഞ്ചായത്തിലെ വിഷയമായി ഒരു പ്രാദേശിക നേതാവിനോട് സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുകയാണ് ചെയ്യുന്നുള്ള ഒരു വിശദീകരണമാണ്. പക്ഷേ ആ ഒരു വിശദീകരണം സിജോ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നമ്മളോട് പറഞ്ഞ ആ ഒരു മറുപടി അതല്ലല്ലോ മറ്റേ ശബ്ദ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അദ്ദേഹം പ്രാദേശിക പ്രവർത്തകനോട്, നേതാവിനോട് പറയുന്ന ഒരു സംഭാഷണമാണ്. പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ പോലും അതൊരു പടിയും കൂടെ കടന്ന് ആ വിശദീകരണം അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആ വിശദീകരണത്തിന് അപ്പുറത്തേക്ക് യാഥാർത്ഥ്യം കുറച്ചുകൂടി മാറ്റമാണ്. കാരണം അതല്ല, പാർട്ടിക്ക് ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സംഘടനാപരമായ പ്രശ്നങ്ങളും ഉൾപ്പെടെ അദ്ദേഹം ആ കാര്യത്തിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിശദീകരണം നമുക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഈ വിശദീകരണം ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് നടത്തിയിരിക്കുന്നത് ഒരു ജില്ലയെ നയിക്കുന്ന കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോൺഗ്രസിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം. വലിയ ദോഷം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM ഉൾപ്പെടെ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇത് വലിയ പ്രചരണായുധമാക്കി എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ശരി, സിജോ വി ജോണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.